ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ജെറോം തിരുസഭയുടെ മഹാപണ്ഡിതരിൽ ഏറ്റവും പ്രബലനായിരുന്നു. വിശുദ്ധ ജെറോം ഡൽമസിൽ ജനിച്ചു. അതിബുദ്ധിമാനായിരുന്നു വിശുദ്ധ ജെറോം. വിജ്ഞാനദാഹം അതിതീവ്രവുമായിരുന്നു. ചെറുപ്പകാലത്ത് ലോകത്തിന്റെ ആർഭാടങ്ങൾ അദ്ദേഹത്തെ ഗ്രസിച്ചിരുന്നു. ബുദ്ധിസൂക്ഷ്മതയും അഗാധ പാണ്ഡിത്യവും നിറഞ്ഞ അദ്ദേഹത്തെ സഭാസേവനത്തിനായി തിരഞ്ഞെടുത്തു. അധികം താമസിക്കാതെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 377 പൗരോഹിത്യം സ്വീകരിച്ചു. വിശുദ്ധ ഗ്രന്ഥം സമൂലം പഠിക്കാനായി കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി. വിശുദ്ധ ഗ്രിഗറി നിസിയാൻസിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നീട് റോമിലേക്ക് വിളിക്കപ്പെടുകയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ലത്തീൻ വിവരത്തിന് പുനഃപരിശോധന നടത്തി പുരസ്കരിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉൾശാത്ത വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായി. ഈശോയുടെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ 30 കൊല്ലം സന്യാസ ജീവിതം നയിച്ചു. പല ജ്ഞാനഗ്രന്ഥങ്ങളും ഇവിടെ വെച്ച് എഴുതി. ജെറോമിന് അജ്ഞാതമായിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ. എന്താണ് വിശുദ്ധ അഗസ്റ്റിൻ ജെറോമിനെ കുറിച്ച് പറയുക? ഭക്തിയോടെ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നിരവധി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഹേജിതരായി പർദീസയിലേക്ക് പറക്കുന്നു. വിശുദ്ധ ജെറോം ഒരുക്കത്തോടെ ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. പുസ്തകം ഉപയോഗിച്ച് പ്രാർത്ഥനകൾ ചൊല്ലാം. നന്ദി.